ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് ഇംഗ്ലീഷിലെ ഓണപ്പരീക്ഷയ്ക്കായുള്ള മുഴുവൻ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമതായി ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇവിടെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അത് വായിച്ച് അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് പാരഗ്രാഫ് വായിക്കാം. ഇറ്റ് വാസ് ക്രിസ്മസ്. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് present to Della, his wife. Della also wanted to give Jim a Christmas gift. Della planned to buy a chain for Jim's gold watch. Della had long beautiful golden hair, so Jim decided to buy a set of beautiful combs for Della. But they didn't have enough money, so Jim sold his watch to buy combs for Della. But Della sold her long beautiful hair to buy a chain for Jim's gold watch. Both Jim and Della made sacrifice for their love. അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. ഡെല്ല ജിമ്മിനായി എന്ത് വാങ്ങി നൽകാനാണ് ആഗ്രഹിച്ചത്? ഉത്തരം എ ചെയിൻ. അടുത്ത ചോദ്യം, വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ. എന്തിനാണ് ഡെല്ല അവളുടെ മുടി വിറ്റത്? ആൻസർ, ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ജിം എന്തിനാണ് അവൻ്റെ ഗോൾഡ് വാച്ച് വിറ്റത്? ശരിയായ ഉത്തരം, ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല. അവന് ഡെല്ലയ്ക്കായി സമ്മാനം വാങ്ങാനായി കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദി സ്റ്റോറി. നാലാമത്തെ ചോദ്യമാണ്. ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്താണെന്നാണ് ഉത്തരം, ലവ് ആൻഡ് സാക്രിഫൈസ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗിവ് അപ്പ് സംതിങ് വാല്യുബിൾ. ആൻസർ, സാക്രിഫൈസ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോയുടെ കൂടെ തന്നെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ കൂടി ശ്രദ്ധിക്കുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്തതായി രണ്ടാമത്തെ പ്രവർത്തനമാണ് ആക്ടിവിറ്റി 2 ലെറ്റ്സ് ചാറ്റ്. ചോദ്യം നോക്കാം. ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്. She saw a sad face among the children. It was Chester Raccoon. The teacher began to talk him. Complete the conversation between the teacher and Chester Raccoon. ഇവിടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ കുട്ടികളുടെ മുഖത്ത് വളരെ സങ്കടം ആണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അവരും ടീച്ചറും ചെസ്റ്ററും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ പൂർത്തിയാക്കാനായിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒന്നാമത്തെ സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. ചെസ്റ്റർ, വാട്ട് ഹാപ്പൻഡ് അറ്റ് വൈ ആർ യു ലുക്കിംഗ് സോ സാഡ്. എന്തിനാണ് നീ സാഡായിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് ടീച്ചർ. അതിനുള്ള ഉത്തരങ്ങളാണ് അടുത്തത് എഴുതേണ്ടത്. ഏകദേശം ഒരു 6 സെൻറ്റൻസുകൾ ഇവിടെ എഴുതിയാൽ മതിയാകും. അതായത് ടീച്ചറും ചെസ്റ്ററും തമ്മിലുള്ള സംഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. അടുത്ത ചോദ്യം, ആക്ടിവിറ്റി 3 ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ചോദ്യം നോക്കാം. ചെസ്റ്റർ റാക്കൂൺ ഹാസ് സം ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. ഡു യു ഹാവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്? കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ സ്യൂട്ടബ്ലി. ഇവിടെ ചോദ്യം, ചെസ്റ്റർ റാക്കൂണിന് നിരവധി കാര്യങ്ങൾ ഇഷ്ടമാണ്. അത് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ബോക്സിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ആദ്യമായി തന്നെ ചെസ്റ്റർ ലൈക്സ് റീഡിംഗ് ബുക്സ്.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്ന് ഇവിടെ എഴുതുക. ചെസ്റ്റർ ഡസൻറ്റ് ലൈക്ക് ടു ഗോ ടു സ്കൂൾ. ഐ ലൈക്ക് ടു ഗോ ടു ലൈബ്രറി എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതായത് ഇതിന് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്ന കാര്യമാണ് ഈ ബോക്സിൽ എഴുതി ചേർക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ എഴുതിയാൽ 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 4 തോട്ട്സ് എന്നതാണ്. ചോദ്യം നോക്കാം. ഹാവിൻറ്റ് യു റീഡ് ദ സ്റ്റോറി ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. The little train was full of good things for the boys and the girls who were on the other side of the mountain. It was moving happily along the tracks, but suddenly the train came to a stop. What might be the thoughts of that little train? You may use the following questions as hints. ഈ ചോദ്യം ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ലിറ്റിൽ ട്രെയിൻ നിറയെ സാധനങ്ങളുമായി മൗണ്ടെയിൻ്റെ മറുസൈഡിലേക്ക് പോവുകയായിരുന്നു. അത് വളരെ ഹാപ്പിയോട് കൂടിയാണ് സഞ്ചരിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് അത് നിൽക്കുകയുണ്ടായി. അപ്പോൾ അതിനുണ്ടായ ചിന്തകളാണ് നമ്മളിവിടെ ഉത്തരമായി എഴുതേണ്ടത്. അതെന്തായിരിക്കാം ചിന്തിച്ചിരിക്കുക എന്നതാണ്. ഇവിടെ 4 ഹിൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഡിഡ് ദ ട്രെയിൻ നോ വൈ ഇറ്റ് സ്റ്റോപ്ഡ്, വൈ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, വിൽ ഇറ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, അതായത് എന്തുകൊണ്ടാണത് നിന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയിരിക്കും ആ ട്രെയിൻ ചിന്തിച്ചിട്ടുണ്ടാവുക. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഏകദേശം ഒരു 7 വരിയോളം എഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5 പിക്ചർ ടെയിൽ. ഡെവലപ്പ് ദ ഇവൻറ്റ്സ് ഇൻ ദി ഗിവൺ പിക്ചർ ഇൻ ടു എ സ്റ്റോറി. ഇവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 4 ചിത്രങ്ങളിൽ നിന്നും നമുക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കുകയാണ് വേണ്ടത്. സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ നൽകിയിരിക്കണം. ഒരു ടൈറ്റിൽ നൽകുക. ശേഷം ആണ് സ്റ്റോറി എഴുതേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ഈ ഒരു കുട്ടി ചെടിക്ക് വെള്ളം ഒഴിച്ചു അതായത് ചെടി നടുകയാണ്. ശേഷം അതിന് വളമിട്ട് കൊടുക്കുകയാണ്. പിന്നീട് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പിന്നീട് അതിൽ നിന്നും കായ്കൾ ശേഖരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അതായത് ഒരു ചെടി എങ്ങനെ വലുതാവുന്നു, അതിനെ എങ്ങനെ പരിചരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് ഇവിടെ തയ്യാറാക്കേണ്ടതായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ നൽകിയിരിക്കണമെന്നതാണ്. അടുത്ത ചോദ്യം സ്കെച്ച് എ പിക്ചർ. ആക്ടിവിറ്റി 6 ആണ്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാർക്ക് ദാറ്റ് ചെസ്റ്റർ റെക്കൂൺ വിസിറ്റഡ്. ഡ്രോ ദ പിക്ചർ ആൻഡ് ആഡ് ദ മിസ്സിംഗ് ഒബ്ജക്ട്സ്. നമുക്കിത് വായിക്കാം. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. There are huge trees planted in and around the park. Some flower pots and kept near the bench. Colorful flowers make the park attractive. Butterflies and dragonflies are fluttering around the flowers. A bird is sitting on a tree. There were swings, slides and merry-go-round in the park. A pond is there at the center of the park. 2 ducks are swimming in the pond. A beautiful lotus makes the pond pretty. ഇവിടെ നമുക്ക് ഇതിൽ പറഞ്ഞതുപോലുള്ള നിരവധി കാര്യങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ചിലത് അതിൽ മിസ്സിംഗ് ആണ്. അത് ഏതാണെന്ന് ചേർത്ത് നമ്മളത് നല്ല രീതിയിൽ വരയ്ക്കുകയാണ് വേണ്ടത്. ഇതിലിവിടെ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഫ്ലവർ ആൻഡ് ഫ്ലവർ പോട്ട് നിയർ ദ ബെഞ്ച്. അതായത് ഇതിൻ്റെ ബെഞ്ചിൻ്റെ അടുത്ത് ഒരു ഫ്ലവർ പോട്ടും ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ ഫ്ലവറും ഫ്ലവർ പോട്ടും മിസ്സിംഗ് ആണ്. അത് വരച്ചു ചേർക്കുക. അടുത്തതായി ബട്ടർഫ്ലൈസ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈസിനെയാണ് വരച്ചു ചേർക്കേണ്ടതായിട്ടുള്ളത്. ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇവിടെ എങ്ങാനും വരച്ചു ചേർക്കാവുന്നതാണ്. അതുകൂടാതെ മൂന്നാമതായുള്ള കാര്യം
ബേർഡ് സിറ്റിംഗ് ഓൺ എ ട്രീ. മരച്ചില്ലയിൽ ബേർഡ് ഇരിക്കുന്നതായിട്ടുള്ള ചിത്രം കൂടി ഒന്ന് വരച്ച് ചേർക്കുക. ശേഷം 2 ducks ഇൻ ദ പോണ്ട്. ഈ കുളത്തിൽ 2 താറാവുകളെ വരച്ച് ചേർക്കുക. ശേഷം ഈ കുളത്തിൽ ഒരു ലോട്ടസ് വരച്ച് ചേർക്കുക. ഇവിടെയും താമരകളെ വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതായത് ഈ ചിത്രം നിങ്ങൾ ഇതുപോലെ വരച്ച് ഇതിൽ പറഞ്ഞ മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തി വരക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ്സ് എഡിറ്റ്. ഇത് അവസാന പ്രവർത്തനമാണ്. 7 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് ലെറ്റ്സ് എഡിറ്റ് എന്നത്. ഇതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകുന്നതാണ്. അത് തിരുത്തി എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ഇത് വായിക്കാം. ഓൺ 10 May 1993, എ ഗേൾ യങ് ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ ദ വേൾഡ് ടു ക്ലൈംബ് ദ എവറസ്റ്റ്. അതായത് ഇവിടെ 5 ഇടങ്ങളിലാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അത് മാറ്റി എഴുതുകയാണ് വേണ്ടത്. ആദ്യമായി തന്നെ ഓൺ 10 May 1993 എ ഗേൾ യങ് എന്നതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരിക്കലും ഗേൾ യങ് എന്നല്ല പറയുന്നത്, യങ് ഗേൾ എന്നാണ് പറയുക. യങ് ഗേൾ. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതായി വായിക്കാം. ഓഫ് ഹിമാചൽ പ്രദേശ് ഡിക്കി. അതായത് ഇതൊരു വ്യക്തിയുടെ പേരാണ്. വ്യക്തിയുടെ പേര് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത്. അതായത് DICKY എന്നതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ഡോൾമ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹി എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നതാണ് എ യങ് ഗേൾ എന്നാണ് നമ്മളിവിടെ തിരുത്തിയത്. അതായത് ഗേളിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡിക്കി എന്നത് ഒരു ഗേൾ ആണ്. അപ്പോൾ ഗേളിനെ ഒരിക്കലും നമ്മൾ ഹി എന്നല്ല പറയുക. ഹി എന്നാൽ അവൻ എന്നല്ലേ. അപ്പോൾ ഹി അല്ല ഇവിടെ വരേണ്ടത് ഷീ. അതായത് ഇവിടുത്തെ ഉപയോഗിക്കേണ്ട പ്രോനൗൺ ഷീ ആണ്. കാരണം അവളൊരു ഗേൾ ആണ്. ഓക്കെ. അടുത്തത് ബിക്കെയിം ദ യങ്ങസ്റ്റ് വുമൺ ഓൺ. വുമൺ ഓൺ എന്നല്ല പറയുക, വുമൺ ഇൻ ദി വേൾഡ്. ഇൻ എന്നാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതായി ദ വേൾഡ് ടു ക്ലൈംബ് എന്നാണ് ഇവിടെ വേണ്ടത്. ഇവിടെ സ്പെല്ലിംഗ് എററാണ്. ക്ലൈംബ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതല്ല ശരിയായിട്ടുള്ള ഉത്തരം. CLIMB അതാണ്. CLIMB അതാണ് ക്ലൈംബ് എന്നതിൻ്റെ സ്പെല്ലിംഗ്. ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ആദ്യമായി തന്നെ ഈ ഒന്നാമത്തത് എ യങ് ഗേൾ. യങ് IRL ഗേൾ. ബി ആൻസർ ഡിക്കി. അതായത് ക്യാപിറ്റൽ ലെറ്റർ DICKY. അടുത്തതായി ഹി എന്നതിന് പകരം ഷീ. അടുത്തതായി ഓൺ എന്നതിന് പകരം ഡി ആൻസർ ഇൻ എന്നാണ് എഴുതേണ്ടത്. ഏറ്റവും അവസാനമായി ഈ ആൻസർ CLIMB. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതിനായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ